എൻ്റെ പേര് അരുൺ കൃഷ്ണൻ, രൂപികയുടെ മെൻറ്ററാണ്. വളരെ എന്തൂസിയാസ്റ്റിക്കായ എനർജറ്റിക്കായ ഒരു കുട്ടിയാണ് രൂപിക. പുതിയ കാര്യങ്ങളെ പഠിക്കാൻ രൂപികയ്ക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കൂട്ടുകാരെയും ഹെൽപ്പ് ചെയ്യാനും അവരെ പഠിപ്പിക്കാനും എല്ലാം രൂപിക പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വളരെയധികം ലക്ഷ്യബോധമുള്ള നിരവധി സ്വപ്നങ്ങളുള്ളൊരു കുട്ടിയാണ് രൂപിക. ഇതെല്ലാം സാക്ഷാത്കരിക്കാൻ അവൾക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രൂപിക. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു മെഷീൻ കാണിച്ചു തരാം. നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്? ഇതുപയോഗിച്ച് ഏത് ആകൃതിയും ഉണ്ടാക്കാം. അതെ, ഇതൊരു 3D പ്രിൻ്ററാണ്. എന്നാൽ നിങ്ങളിൽ പലവരും ഇത് സ്കൂളുകളിലോ വീഡിയോകളിലോ കണ്ടിട്ടുള്ള 3D പ്രിൻ്റർ പോലല്ലെന്ന് ചിന്തിക്കും അല്ലേ? കാരണം ഫിലമെൻ്റ് ഇല്ല, ഹീറ്റിംഗ് കോയിൽ ഇല്ല, XYZ ആക്സിസ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു 3D പ്രിൻ്റർ ആയതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. 3D പ്രിൻ്റർ എന്ന് കേൾക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇവിടെ കാണുന്നത് പോലൊരു പ്രിൻ്റർ ആയിരിക്കും അല്ലേ? കാരണം 3D പ്രിൻ്ററുകളിൽ ഏറ്റവും ലളിതവും വില കുറഞ്ഞതുമാണിത്. ഇതിനെ FDM 3D പ്രിൻ്റർ എന്ന് വിളിക്കുന്നു. മറ്റ് നിരവധി 3D പ്രിൻ്ററുകൾ ഉണ്ട്. വിശദമായി പറഞ്ഞാൽ 7 വ്യത്യസ്ത തരം 3D പ്രിൻ്റർ സാങ്കേതികവിദ്യകളുണ്ട്. അതിൽ ഒന്നാണ് SLA 3D പ്രിൻ്റർ. ഇത് നമ്മൾ മുമ്പ് കണ്ട പ്രിൻ്ററാണ്. ഇതിനെ SLA 3D പ്രിൻ്റർ എന്ന് വിളിക്കുന്നു. ഇതിന് സ്റ്റീരിയോ ലിത്തോഗ്രാഫി എന്നാണ്. ദ്രാവിക രൂപത്തിലുള്ള റെസിന് UV ലേസർ വീഴുമ്പോൾ ലെയറുകളായി വസ്തുവിനെ നിർമ്മിക്കുന്ന രീതിയാണ് സ്റ്റീരിയോ ലിത്തോഗ്രാഫി. ഇവിടെയാണ് ഇതിൻ്റെ ലൈറ്റ്. ഇവിടെ മുതൽ ഇവിടെയാണ് റെസിൻ ഒഴിക്കുന്നത്. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. താഴെ നിന്നും മുകളിലേക്കാണ് പ്ലാറ്റ്ഫോം മൂവ് ചെയ്യുന്നത്. ലെയർ ബൈ ലെയർ രീതിയിൽ വസ്തുവിനെ നിർമ്മിക്കുന്ന രീതിയാണ് ഇത്. മികച്ച സർഫസ് ഫിനിഷിംഗ്, കൂടിയ കൃത്യത, മെറ്റീരിയലുകളുടെ വിശാലമായ ശ്രേണി, സങ്കീർണമായ വിശദാംശങ്ങൾ പ്രിൻ്റ് ചെയ്യാനുള്ള കഴിവ്, വേഗത്തിലുള്ള പ്രിൻറ്റിംഗ്, കുറഞ്ഞ മെറ്റീരിയൽ പാഴാക്കൽ ഇവയെല്ലാം SLA പ്രിൻ്ററിൻ്റെ പ്രത്യേകതകളാണ്. ഇനി SLA പ്രിൻ്ററിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കിയാലോ? ഇതാണ് ഇതിൻ്റെ കേസിംഗ്. ഇതാണ് ഇതിൻ്റെ ബിൽഡ് പ്ലാറ്റ്ഫോം. ഇതാണ് റെസിൻ ഒഴിക്കുന്ന ഭാഗം. ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. മറ്റൊരു കാര്യം പറയാം. SLA പ്രിൻ്ററാണ് ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ. ഇനി ഞാൻ എങ്ങനെയാണ് ഈ പ്രിൻ്റ് ഉപയോഗിച്ച് ഒരു വസ്തു ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. 3D പ്രിൻറ്റിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് 3D ഡിസൈൻ ചെയ്യുകയാണ്. ഏത് CAD സോഫ്റ്റ്വെയർ വേണമെങ്കിലും നമുക്കിവിടെ ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ 3D ബിൽഡർ എന്ന സോഫ്റ്റ്വെയറാണ് ഡിസൈൻ ചെയ്തത്. സിലിണ്ടർ, ക്യൂബ്, പിരമിഡ് ഇങ്ങനെയുള്ള എല്ലാ ഷേപ്പുകളും ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇവിടെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് എംബോസ് ചെയ്തത്. ഇത് ചെയ്യാൻ എനിക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് വേണ്ടി വന്നത്. ഇത് നമ്മൾ STL ആയി സേവ് ചെയ്യുന്നു. നമ്മുടെ സങ്കല്പത്തിലുള്ള ഏത് ഡിസൈനുകളും നമുക്ക് ഇവിടെ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യാം. ഇതിന് STL ആയി സേവ് ചെയ്യുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്ലൈസ് ചെയ്യുകയാണ്. FDM പ്രിൻ്ററിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ക്യൂറ എന്ന സോഫ്റ്റ്വെയറാണ്. ഇവിടെ ഞാൻ ചിറ്റുബോക്സ് എന്ന സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചത്. ഇത് ഇലഗോ എന്ന കമ്പനിയുടേതാണ്. നമ്മളുടെ ഫയലിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാനും റൊട്ടേറ്റ് ചെയ്യാനും വലുപ്പം കൂട്ടാനും കുറക്കാനും എല്ലാം പറ്റും. ഇതിനെ വ്യത്യസ്ത പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കാം. ഇത് GOO എന്ന ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നു. ഇത് ഫയൽ ഫോർമാറ്റ്. പൊതുവായി ഫയൽ ഫോർമാറ്റുകൾ .goo, .ctb, .photon ഇവ 3 നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കേസിംഗ് തുറക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡ് പ്ലാറ്റ്ഫോം മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ റെസിൻ ഒഴിക്കുകയാണ്.
ഇനി നമുക്ക് അടുത്തതായി വീണ്ടും ബിൽഡ് പ്ലാറ്റ്ഫോം തിരിച്ചും ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ കേസിംഗ് അടച്ചു വെക്കാം. ഇനി നമുക്ക് പ്രിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് പെൻഡ്രൈവ് കണക്റ്റ് ചെയ്യുകയാണ് ഇവിടെ. ഇനി ഇത് ഓട്ടോമാറ്റിക്കായി പ്രിൻറ്റിംഗ് തുടങ്ങും. നമ്മുടെ പ്രിൻറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് കേസിംഗ് തുറന്നിട്ട് ബിൽഡ് പ്ലാറ്റ്ഫോം തിരിച്ചും റിമൂവ് ചെയ്യാം. ഇവിടെയാണ് നമ്മളുടെ കീ ചെയിൻ. ഇനി നമുക്ക് ചേംബർ തുറക്കാം. വെള്ളം നിറച്ച ടാങ്കിലേക്ക് നമ്മളുടെ കീ ചെയിൻ അതിൽ വെക്കണം. അതിനുശേഷം സമയം സെറ്റ് ചെയ്തിട്ട് ഓൺ ആക്കാം. അതിനുശേഷം വെള്ളം കറങ്ങുന്നത് കാണാം. ഇവിടെ വെള്ളം കീ ചെയിനെ വാഷ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മളുടെ പ്ലേറ്റ് അവിടെ വെക്കുന്നു. അതിന് മുകളിലായി നമ്മളുടെ കീ ചെയിൻ നമുക്ക് വെക്കാം. അടപ്പ് അടച്ചിടാൻ മറക്കരുത്. UV ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ അടക്കണം. UV ലൈറ്റ് ഓൺ ആക്കി കീ ചെയിൻ കറങ്ങാൻ തുടങ്ങും. കീ ചെയിൻ കറങ്ങുന്നത് നമുക്ക് കാണാം. ഇതിൽ ഏതാനും മിനിറ്റുകൾക്കകം കഴിയും. നമ്മളുടെ പ്രിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കീ ചെയിൻ എടുക്കാം. ഇതാണ് നമ്മളുടെ കീ ചെയിൻ. SLA പ്രിൻ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചില പ്രിൻ്റുകളാണ് ഇവ. ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന പ്രിൻ്റുകൾ SLA പ്രിൻ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇത് വ്യത്യസ്ത നിറത്തിലും ഗുണങ്ങളിലുമുള്ള റെസിനുകൾ വിപണിയിൽ ലഭ്യമാണ്. നിരവധി മേഖലകളിൽ SLA പ്രിൻ്റർ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖല, ഡെൻ്റൽ, മെഡിക്കൽ, വാഹന നിർമ്മാണം, എയറോസ്പേസ്, വിദ്യാഭ്യാസം, വിനോദം, ആഭരണ നിർമ്മാണം. നിങ്ങൾക്കും ഒരുപാട് മനോഹരമായ സാധനങ്ങൾ SLA പ്രിൻ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയും. ഞാനിവിടെ പ്രിൻ്റ് ചെയ്തതും പ്രിൻ്ററിനെ കുറിച്ച് പറഞ്ഞതും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഏവർക്കും നന്ദി.